Hello guys, welcome back to our channel. Hope you guys enjoyed our yesterday's video. That is day 2 and this is day 3. We just started from Indore to Kasol. By the way, finally ഞങ്ങൾ കസോൾ പോകാൻ വേണ്ടിയിട്ടാണ് ഡിസൈഡ് ചെയ്തത്. സ്ട്രെയിറ്റ് ടു കസോൾ, അതായത് എവിടെയും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. 23-hour ഡ്രൈവാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ടു കസോൾ, ദെൻ അവിടെ എത്തിയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് മണാലി വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ രാമാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം പോയിട്ട് പിന്നെ അവർ സ്പ്ലിറ്റ് ചെയ്ത്, രാമും ഞങ്ങളുടെ ഫ്രണ്ട് സുധീറുണ്ട്. സോ ദേ വിൽ സ്പ്ലിറ്റ് ആൻഡ് ഡ്രൈവ്. ഞാൻ എന്തായാലും ഡ്രൈവ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് ഉറങ്ങി ഒക്കെ പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി ജേർണി ആവട്ടെ അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. സോ ഐ സ്ലെപ്റ്റ് ഫോർ സം ടൈം ആൻഡ് ഉറക്കം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ എനിക്ക് ചായ ബ്രേക്ക് വേണം, വാഷ്റൂം ബ്രേക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഹൈവേയിൽ കയറുമ്പോൾ മേ ബി കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ഇരുത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഓക്കെ, ഫേത്ത് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കൂടി വെയിറ്റ് ചെയ്യാം. ചായ രാവിലെ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഡിസാസ്റ്റർ ഫോർ മീ. സോ ചായ ഇസ് എ മസ്റ്റ്. കുഴപ്പമില്ല, പിന്നെയും ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച് ആ ഒരു പ്രതീക്ഷയിൽ വി വെർ ലൈക്ക് മൂവിങ് ഫോർവേഡ്. എന്തായാലും പക്ഷെ ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. നല്ലൊരു വൈബും കാര്യങ്ങളും എല്ലാം. ഇറ്റ് വാസ് ഗുഡ്. And with all positive energy we started our journey and it was like very very happy. And ഇപ്പോൾ ഞങ്ങൾ ഡൽഹി വഡോദര എക്സ്പ്രസ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഐ വാസ് ലൈക്ക് തിങ്കിങ് we will get something here, but unfortunately it was a newly inaugurated expressway. So അവിടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഡൽഹി വഡോദര എക്സ്പ്രസ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്കൊന്നുമില്ല, നല്ല റോഡായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു വാഷ്റൂം ആൻഡ് ചായ ബ്രേക്കിന് വേണ്ടി നിർത്തിയതായിരുന്നു. പക്ഷെ ഇവിടെ വണ്ടികളൊന്നുമില്ല, കണ്ടോ. ഫുൾ ഒരു ഇതായിട്ടുള്ള സ്ഥലമാണ്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ന്യൂലി ഇനോഗ്രേറ്റഡ് എക്സ്പ്രസ് വേ ആണ്. ബട്ട് ആക്ച്വലി ദ റോഡ് വാസ് സോ സ്മൂത്ത് ആൻഡ് ബട്ടറി, ലൈക്ക് റാം വാസ് ലിറ്ററലി എൻജോയിങ് ഹിസ് ഡ്രൈവ്. ലൈക്ക് ഇവിടെ 120 kilometer സ്പീഡ് അലൗഡ് ആണ്. സോ ഹി വാസ് ലിറ്ററലി ഫ്ലൈയിങ് ദ കാർ, ലൈക്ക്. ബട്ട് വി വെർ ഓൾസോ ലൈക്ക് റിയലി എൻജോയിങ് ദ ഹോൾ എക്സ്പ്രസ് വേ ഡ്രൈവ്. ഓൺലി ഇഷ്യൂസ് ആർ ലൈക്ക് കൂടുതൽ റെസ്റ്റ് റൂംസും ഫുഡ് കോർട്ട്സൊന്നും ഓപ്പൺ ആയിട്ടില്ല. ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ടി ആക്ച്വലി, ബിക്കോസ് വി വർ നോട്ട് ഗെറ്റിംഗ് ഫുഡ്. ലൈക്ക് രാവിലെ കഴിച്ചത് വാട്ട് വി ഗോട്ട് ഇസ് ലൈക്ക് എ സാൻഡ്വിച്ച് ആൻഡ് ചായ്. ഇത്രയും വലിയ ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടെങ്കിലും ഇറ്റ് വാസ് നോട്ട് ഓപ്പറേഷണൽ. സോ ഇറ്റ് വാസ് ലൈക്ക് ബിറ്റ് ഡിഫിക്കൾട്ട്, ബട്ട് അതർവൈസ് എവറിത്തിങ് വാസ് ഫൈൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ലൈറ്റായിട്ട് ഞങ്ങൾ ഓരോരോ സാൻഡ്വിച്ച് കഴിച്ചു, ചായ കുടിച്ചു. ദെൻ വി തോട്ട് വിൽ ഹാവ് ലഞ്ച് ഇൻ ജയ്പൂർ. അപ്പോൾ ജയ്പൂരിലാവുമ്പോൾ നമുക്ക് ഒരു അടിപൊളി ലഞ്ച് ഓൺ ദി വേ നമ്മൾ നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. സോ ദാറ്റ് വാസ് ദ പ്ലാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൗ ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ ലഞ്ച്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ജയ്പൂരെത്തി. ഒരു നല്ലൊരു റിസോർട്ട് പോലെ കണ്ടു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കണം. കാര്യമായിട്ടൊന്നുമില്ല, എന്തായാലും വെജ് ഫുഡാണ്. സോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. സോ ആഫ്റ്റർ ലഞ്ച് എനിക്ക് നല്ല എനർജി കിട്ടി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു. അപ്പോൾ ഇവരാണ് ഞങ്ങളുടെ ഡിയർ ഫ്രണ്ട്സ് സുധീർ ആൻഡ് രോഹിണി. ഞങ്ങൾക്ക് ഇവരെ 5 years ആയിട്ട് അറിയാം. ദേ ആർ ഓൾസോ സ്റ്റേയിങ് ഇൻ പൂനെ. സോ ഞങ്ങളുടെ ഡിയർ ഫ്രണ്ട്സാണ് അവർ. ഇപ്പം നമ്മൾ ജയ്പൂരാണ് ഗൈസ്. ജയ്പൂർ പിങ്ക് സിറ്റി. ഇവിടുന്ന് ഡൽഹി എത്താൻ ഇനി ഒരു 308 kilometers ആണ്. അടിപൊളി റോഡാണ്, സൂപ്പർ.
ദിസ് ട്രിപ്പ് ഇസ് ലൈക്ക് ടോട്ടലി അൺപ്ലാൻഡ് ട്രിപ്പ്. ലൈക്ക് ഞങ്ങൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് വി വർ ഡിസൈഡിങ് ലൈക്ക് വി വിൽ ഗോ ടു കസോൾ, നോട്ട് മണാലി ആൻഡ് ഇതൊക്കെ. ബട്ട് കസോളിലും ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോണത്. സോ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ ഞങ്ങളതാ വിചാരിച്ച വി വർ സെർച്ചിങ് ദി റൂംസ് ആൻഡ് ഓൾ. കാരണം ഞങ്ങളൊരു മോർണിംഗ് 4 ആവുമ്പോഴാണ് എത്തുക. ഒരു 23 hours ജേണിയാണ് ഇൻഡോർ ടു കസോൾ ഉള്ളത്. ആൻഡ് വി ആർ കവറിങ് ഇറ്റ് ഇൻ എ സിംഗിൾ സ്ട്രെച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്ന ഉടനെ തന്നെ റെസ്റ്റ് എടുക്കാനൊരു സ്ഥലം വേണം. ഇപ്പോൾ ഏകദേശം ഹരിയാന എത്തി. നമ്മൾ ഹരിയാന എത്തി. അപ്പോൾ ഞങ്ങൾ റൂംസൊക്കെ സെർച്ച് ചെയ്ത് ഒരു 2-3 ഓപ്ഷനൊക്കെ എടുത്ത് അവരെ കോളൊക്കെ ചെയ്ത് വെച്ചിരുന്നു. 2-3 നല്ല അവിടെ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കസോളിൽ അക്കോമഡേഷൻസ് ലൈക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. നല്ല നല്ല സ്റ്റേസ് നമുക്ക് കിട്ടും. ഭയങ്കര അഫോർഡബിൾ സ്റ്റേസ് ആയിരിക്കും. എന്നാലും ഞങ്ങൾ 2-3 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് ഞങ്ങൾ രാവിലെ എത്തുമല്ലോ, എന്തായാലും ഒരു 3:30-4 ആകുമ്പോൾ എത്തും. സോ അവിടെ പോയിട്ട് ഞങ്ങളൊന്ന് നോക്കിയിട്ട്, എന്തായാലും അടുത്തടുത്താണ് എല്ലാ സ്റ്റേസും ഉള്ളത്. അപ്പോൾ ഏതാണോ ബെറ്റർ ദെൻ ആൻഡ് ദെയർ വി തോട്ട് വി വിൽ ബുക്ക് ഇറ്റ് ഓഫ്. ഇനിയിപ്പോൾ ഈവനിങ് ആയി ഏകദേശം. ഇനിയിപ്പോൾ ഒരു ബ്രേക്കും കൂടി എടുക്കാനുള്ള സമയമായി കുറച്ച്. എനിക്കും ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ്റൂമൊക്കെ പോകണം. അപ്പോൾ ഞങ്ങൾ ചണ്ഡീഗറിൽ എത്തിയപ്പോഴാണ് നല്ലൊരു അടിപൊളി ഒരു പ്ലേസ് കണ്ടു. ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളും റെസ്റ്റ് റൂംസും എല്ലാം ആയിട്ട്. അപ്പോൾ വി സ്റ്റോപ്പ് ദെയർ. ഞങ്ങൾ ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ തന്നെ ഒരു ഉള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ചണ്ഡീഗഡ് ടു കസോൾ ഒരു 5 hour 38 minute ഡ്രൈവാണ്. അത് 248 kilometers വിൽ ബി റീച്ചിങ് കസോൾ. മോർണിംഗ് ഒരു 3:30 ആണ് ഇപ്പോൾ റീച്ചിങ് ടൈം കാണിക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട്. സോ ഐ തോട്ട് ഐ വിൽ സ്ലീപ്പ് നൗ ഫോർ സം ടൈം. ഇനിയിപ്പോൾ ഉറങ്ങി എണീറ്റ് ഞങ്ങൾ കസോളിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കാണിക്കാം. ഓക്കെ. ഹലോ, ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് ഫൈനലി വി റീച്ച്ഡ് കസോൾ. സോ ബ്യൂട്ടിഫുൾ ഹിയർ. ഹായ്. നല്ല തണുപ്പായിരുന്നു. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് നൗ ഐ ഫീൽ സോ ഹാപ്പി. രാവിലെ 4 മണിക്കാണ് ഇവിടെ എത്തിയത്. അങ്ങനെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. മൂൺ ഡാൻസ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടേജാണ് 2 days കസൂറിലേക്ക് എടുത്തിട്ടുള്ളത്. പാർവതി റിവറിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡിലാണ്. റിവർ കാണാൻ പറ്റും ഇവിടുന്ന്. പിന്നെന്താ, ഇപ്പം സമയം എത്രയായി? ഇപ്പം സമയം 12 മണിയായി. ഞങ്ങൾ 4 മണിക്ക് 4-4:30 5 മണിയായി ചെക്ക് ഇൻ ചെയ്തപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കഴിച്ച് പിന്നെ ഞങ്ങൾ മെയിൻ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 4 kilometer ഉള്ളൂ മണികർണിക ഗുരുദ്വാര വിസിറ്റ് ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ അതുവരേക്കും കീപ് വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ലവ് യു ഗൈസ്. ബൈ ബൈ.